ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മനുഷ്യരൂപമാണ് യേശുക്രിസ്തു. അല്ലെങ്കിൽ മനുഷ്യരൂപമെടുത്ത ദൈവമാണ് യേശു. ഞാനൊന്നും പറയാം. മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ വന്ന വ്യക്തിയാണ് യേശു. ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ള 99.9% ക്രിസ്ത്യാനികളും. അപ്പോൾ ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്ന യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവരൂപത്തിലിരുന്ന യേശുക്രിസ്തു ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഇവിടെ ഫിലിപ്പിയ ലേഖന കർത്താവ് പറയുന്നത്, ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോട് സമനായിരിക്കെ യേശുക്രിസ്തു ആ പദവി ഉപേക്ഷിച്ച് അവൻ താണലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യനായി പിറന്നതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പൊ യേശുക്രിസ്തു നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പാപം നിമിത്തവും വന്നു എന്നാണ്. അപ്പൊ യേശുക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു എന്നാണ് റോമാലേഖന കർത്താവ് പറയുന്നത്. അപ്പോ എബ്രായത്തിൽ പറയുന്നത് നമ്മെപ്പോലെ തന്നെ ജഡരക്തങ്ങളുള്ളവനായിട്ട് വന്നു എന്നും, റോമാലേഖനത്തിൽ പറയുന്നത് പാപജഡത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ജഡത്തിൽ പാപമുണ്ടായിരുന്നു എന്നല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു എന്നാണ്. അപ്പൊ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ജഡരക്തങ്ങളോട് കൂടി വന്ന മനുഷ്യനായ യേശുക്രിസ്തു, അവൻ ദൈവമായിരുന്നു. പക്ഷെ അവൻ ആരായി തീർന്നു? അവൻ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. അപ്പം മനുഷ്യനായി തീർന്ന യേശുക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശു മനുഷ്യനായ രീതി ഒരു സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെയായിരുന്നു. സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ എന്ന് ഞാൻ പറയുന്നത്, സാധാരണ മനുഷ്യൻ ഭാര്യ ഭർത്തൃ സമ്പർക്കത്തിൽ ഗർഭം ധരിച്ച് ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല. പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭത്തിൽ ഉരുവായ യേശുക്രിസ്തു സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ ജനിച്ചു. അതായത് 10 മാസം തികഞ്ഞ് മറിയ പ്രസവിച്ച് സാധാരണ മനുഷ്യൻ വളരുന്നത് പോലെ അവൻ ബാല്യം മുതലിങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ സാധാരണ മനുഷ്യനെ പ്രസവിക്കുന്ന പോലെ മറിയ പ്രസവിച്ചു. സാധാരണ കുഞ്ഞുങ്ങൾ വളരുന്നത് പോലെ
അവൻ മുല കുടിച്ച് വളർന്നു. സാധാരണ മനുഷ്യൻ വളർന്നു വരുന്നത് പോലെ അവൻ യൗവനക്കാരനായി ഇങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ്. മാത്രമല്ല, യേശുക്രിസ്തു മനുഷ്യനായി വരാനുള്ള കാരണം മനുഷ്യനായ നമ്മുടെ ഇടയിൽ നമ്മളോട് തുല്യരായി, നമുക്ക് സമനായി നമ്മുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമ്മുടെ ഇടയിൽ, അതായത് സാധാരണ മനുഷ്യന്റെ ഇടയിൽ, സാധാരണ മനുഷ്യനെ പ്രസവിച്ച് അവൻ വളർന്നു വരുന്നത് പോലെ യേശുക്രിസ്തു വളർന്നു വന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി വളർന്നു വന്നു എന്നാണ്. അപ്പൊ യേശുക്രിസ്തുവിന് സാധാരണ മനുഷ്യനെ പോലെ തന്നെ വളരുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ഇനി യേശുക്രിസ്തു സാധാരണ മനുഷ്യനെ പോലെയുള്ള വൈകാരികമായ കാര്യങ്ങളുള്ളതായിരുന്നു യേശു. ഉദാഹരണത്തിന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന് ദുഃഖമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ യേശുക്രിസ്തു ദുഃഖിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന് വിശപ്പുണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ യേശുക്രിസ്തുവിന് വിശന്നിട്ടുണ്ട്. യേശുക്രിസ്തു ഉറക്കം വരേണ്ട ചില സന്ദർഭങ്ങളിൽ യേശുക്രിസ്തു ഉറങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വള്ളത്തിൽ പോലും യേശുക്രിസ്തു കിടന്നുറങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യേശുക്രിസ്തു സാധാരണ മനുഷ്യരുടെ വീടുകളിൽ പോയി സാധാരണ മനുഷ്യരുമായിട്ട് കൂട്ടുകൂടി സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാണ് യേശുക്രിസ്തുവും ഉപജീവനം ദിവസേന ചെയ്തു പോകുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ അവന് ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് വന്നതുപോലെ യേശുക്രിസ്തുവിന് ചില ശിഷ്യന്മാരുടെ അവിശ്വാസം കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെയുള്ള വൈകാരികമായ രീതിയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു. അപ്പോൾ ദൈവമായിരുന്നവൻ നമ്മെപ്പോലെ പാവജഡത്തിന്റെ സാദൃശ്യത്തിൽ ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മുടെ ഇടയിൽ നാം ജീവിക്കുന്നത് പോലെ നമ്മോടൊത്ത് ജീവിക്കാനായി മനുഷ്യനായി അവൻ അവതരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിനെ ഇന്ന് 99% വിശ്വാസികളും ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഇന്നും ഇരിക്കുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. യേശുക്രിസ്തു ദൈവമായിരിക്കെ അവൻ മനുഷ്യനായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം മനുഷ്യനായി തീർന്ന യേശുക്രിസ്തുവിനെ മനുഷ്യനായി തന്നെ അംഗീകരിക്കേണ്ടതിന് പകരം മനുഷ്യനായ യേശു ദൈവമാണെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു സങ്കല്പം അടിയുറച്ച് അല്ലെങ്കിൽ വേര് പാകിയിരിക്കുകയാണ്. അപ്പോൾ യേശു ദൈവമാണെന്ന് പറയുന്നത് കൊണ്ട് ഈ മനുഷ്യനായ യേശുവിനെ അനുഗമിക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ അനുഗമിക്കണമെന്നല്ല, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കണം, അല്ലെങ്കിൽ യേശു എന്ന മനുഷ്യനെ അനുകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായിരുന്ന യേശു എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിച്ചത്, സഞ്ചരിച്ചത്, അതുപോലെ തന്നെ അവനിൽ വിശ്വസിക്കുന്നവനും ജീവിക്കണം എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ദൃഷ്ടാന്തം കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന്. അപ്പൊ യേശുക്രിസ്തു ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തു നമുക്ക് ദൃഷ്ടാന്തമായ ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. അപ്പോൾ യേശു മനുഷ്യനാണ്, പൂർണ്ണ മനുഷ്യനാണെന്നും യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണെന്നും അംഗീകരിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്.
അപ്പൊ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ആരും തന്നെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യേശു എന്ന മനുഷ്യനെ ഫോളോ ചെയ്യുന്നില്ല. മറിച്ച് യേശു എന്ന ദൈവത്തെ ആരാധിക്കുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു, യേശുവിനെ ദൈവമായി ഹൃദയത്തിൽ വാഴിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, യേശു ദൈവമായിരിക്കെ അവൻ അത് ഉപേക്ഷിച്ചിട്ട് അവൻ മനുഷ്യരൂപം എടുത്തു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നമ്മൾ അംഗീകരിക്കണ്ടേ? അതെ, യേശു മനുഷ്യരൂപം എടുക്കുമ്പോഴും അവന് ദൈവമായിട്ടാണോ അംഗീകരിക്കേണ്ടത്? അപ്പം യേശു മനുഷ്യരൂപം എടുത്ത് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചപ്പോൾ നമ്മൾ അവനെ മനുഷ്യനായി അംഗീകരിക്കണം. അപ്പോൾ മനുഷ്യനായി അംഗീകരിക്കാതെ അവരെ ദൈവമായി മാത്രം അംഗീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ് ഇന്ന് നമുക്ക് യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ദൈവമായിരിക്കെ, ദൈവത്തോട് സമനായിരിക്കെ അത് ഉപേക്ഷിച്ചിട്ട് അവൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി നമ്മുടെ ഇടയിൽ നമുക്ക് തുല്യനായി, നമ്മെപ്പോലെ ശരീരമുള്ളവനായി, നമ്മെപ്പോലെ ഭക്ഷണം കഴിച്ച്, നമ്മെപ്പോലെ സംസാരിച്ച്, നമ്മെപ്പോലെ വളർന്ന്, നമ്മുടെ ഇടയിൽ ഉണ്ടും ഉറങ്ങിയും ഉണർന്നും നടന്നും ഒക്കെ നമ്മെപ്പോലെ ജീവിച്ച ഒരു മനുഷ്യനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിന് നമ്മൾ പിന്നെയും ദൈവമാണ്, ദൈവമാണ്, ദൈവമാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഇപ്പൊ യേശുക്രിസ്തു എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അങ്ങ് പറയുന്ന, വാസ്തവത്തിൽ യേശു എന്നാണ് പറയേണ്ടത്. യേശു ദൈവം മനുഷ്യനായി അവതരിച്ച വ്യക്തിയാണ് യേശു. അപ്പൊ യേശു മനുഷ്യനായി 33.5 വർഷം നമ്മുടെ ഇടയിൽ ജീവിച്ചു. 33.5 വർഷം ആയപ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിന്റെ വരവിന്റെ ഉദ്ദേശം നിവൃത്തിയാക്കി യേശു ഈ ലോകത്ത് നിന്ന് ക്രൂശിതനാവുകയും അടക്കപ്പെടുകയും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ യേശു ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചപ്പോൾ മുതൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും യേശുവിനെ കണ്ടിരുന്നു, യേശുവിനെ അതിനോട് സമ്പർക്കം പുലർത്തിയിരുന്നു, യേശുവിനെ തൊട്ടിരുന്നു, യേശുവിൻ്റെ സംസാരം കേട്ടിരുന്നു, അങ്ങനെ യേശുവിനോട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ യേശുവായിട്ടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ അനേക മനുഷ്യര് യേശുവായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൗത്യം നിർവഹിച്ച ശേഷം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ യേശു എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോ യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനായി ഞാനിത് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നമുക്ക് നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പൊ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിലുണ്ട്, അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. പൗലോസ് തീമോഥെയോസിനോട് പറയുമ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പൊ ക്രിസ്തുയേശു മധ്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അതുപോലെ തന്നെ ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് സ്തേഫാനോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും കാണുന്നു, പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കാണുന്നു എന്ന് സ്തേഫാനോസ് പറയുകയാണ്. അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ
കാര്യസ്ഥനായി അല്ലെങ്കിൽ മധ്യസ്ഥനായി സ്വർഗത്തിലിരിക്കുകയാണ്. അപ്പൊ ഈ സ്വർഗത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തു രൂപമുള്ളവനാണ്, അല്ലെങ്കിൽ മനുഷ്യരൂപമുള്ള യേശുവാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടു എങ്കിലും അവന് ശരീരമുണ്ട്. അപ്പൊ യേശുക്രിസ്തു ശരീരത്തോടു കൂടി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സ്വർഗത്തിലിരിക്കുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ചെന്ന് വായിക്കുമ്പോഴും അവിടെയും പിതാവും കുഞ്ഞാടും അല്ലെങ്കിൽ ദൈവവും കുഞ്ഞാടും അവരുടെ സിംഹാസനം എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഈ വചനങ്ങളൊക്കെ വായിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു ഉപദേശമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനീ പറയുന്നത് ഒരു ഉപദേശമായിട്ട് നിങ്ങൾ കാണരുത്. എനിക്കുണ്ടായ ഒരു സംശയം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ സംശയത്തിന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഉപദേശമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ടി വരും, നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അത് തെറ്റായ ഒരു ഉപദേശമാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊരു ഉപദേശമായിട്ട് പറയുകയല്ല, മറിച്ച് ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു സംശയം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ സംശയമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവമായിരുന്നപ്പോൾ അവന് രൂപമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ മറിയയിൽ ഉരുവായി അവനൊരു മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോൾ അവനൊരു രൂപമുണ്ടായി. അത് മനുഷ്യരൂപമാണ്. അവൻ മനുഷ്യനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശു. അപ്പൊ ദൈവം മനുഷ്യനായ യേശു ഈ ലോകത്തിൽ എന്തുദ്ദേശത്തോടു കൂടി വന്നോ ആ ഉദ്ദേശമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവൻ മനുഷ്യനായി തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പൊ സ്വർഗാരോഹണം ചെയ്ത യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് സ്തേഫാനോസ് കാണുമ്പോഴും അവൻ മനുഷ്യപുത്രനായി തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഒരു ശരീരത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരീരമില്ലാതിരുന്ന യേശുക്രിസ്തു ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഒരു ശരീരം ധരിച്ച് ലോകത്തിൽ വന്ന് ആ ശരീരത്തിൽ 33.5 വർഷം കൊണ്ട് തൻ്റെ പദ്ധതിയും പ്ലാനും നിവൃത്തിയാക്കിക്കൊണ്ട്, ഉദ്ദേശം നിവൃത്തിയാക്കിക്കൊണ്ട് അവൻ വീണ്ടും സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവൻ ആ ശരീരത്തിൽ തന്നെ തുടരുന്നതെന്താണ്, അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരാത്തത് എന്താണ് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാൻ ഒന്നുകൂടി പറയാം. യേശുക്രിസ്തു സ്വർഗത്തിലിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ശരീരമില്ലായിരുന്നു. അവൻ മറിയയിലൂടെ ഒരു ശരീരമുണ്ടായി. ആ ശരീരത്തിൽ അവൻ ഈ ലോകത്ത് 33.5 വർഷം ജീവിച്ചു. അവൻ വന്ന ലക്ഷ്യം നിറവേറ്റിക്കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ആ പോകുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെയാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്കും പോയത്. സ്തേഫാനോസ് യേശുവിനെ കാണുമ്പോൾ യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ട് സ്തേഫാനോസ് കാണുകയാണ്. അപ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരൂപം എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തിരികെ പ്രാപിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒരു പ്രാവശ്യം കൂടി പറയാം. യേശുക്രിസ്തു മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് പൂർവസ്ഥിതി പ്രാപിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് പിതാവും മനുഷ്യപുത്രനും പിതാവും കുഞ്ഞാടും ദൈവവും കുഞ്ഞാടും അവരുടെ സിംഹാസനം എന്നിങ്ങനെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവർ രണ്ടും രണ്ടായി തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ നിൽക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ നിൽക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ കുഞ്ഞാട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ അത് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യേശു മനുഷ്യനായി ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഏതവസ്ഥയിലിരുന്നോ ആ അവസ്ഥയിലേക്ക്
ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തിരികെ പ്രാപിക്കാത്തത് എന്താണ് എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനാകുന്നതിന് മുമ്പ് ദൈവമായിരുന്നു. മനുഷ്യനായതിനു ശേഷം അവൻ തൻ്റെ ഉദ്ദേശം നിവർത്തിച്ച് സ്വർഗത്തിലേക്ക് വീണ്ടും കരേറിപ്പോയി. അപ്പോൾ ആദ്യം ഇരുന്ന അവസ്ഥയിലേക്ക് യേശു മടങ്ങി വരാത്തതെന്ത്, അല്ലെങ്കിൽ ആ അവസ്ഥ പിന്നീട് പ്രാപിക്കാത്തതെന്ത് എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ യേശു ദൈവമാണ്. ആ ദൈവമായ യേശു മനുഷ്യനായി ലോകത്തിൽ വന്നു. മനുഷ്യനായ യേശു മനുഷ്യനായി തന്നെ സ്വർഗത്തിലേക്ക് പോയി. അവൻ ഇപ്പോൾ മനുഷ്യപുത്രനായി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നാം യേശുവിനെ മനുഷ്യപുത്രന്റെ രൂപമായിട്ടുള്ള യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശു എന്ന് പറയുമ്പോൾ പിതാവ് ഒന്ന്, വലതുഭാഗത്ത് നിൽക്കുന്ന യേശു ഒന്ന്. അപ്പോൾ യേശുവിന് ഇപ്പോഴും രൂപമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പൂർവസ്ഥിതിയിലേക്ക് വരാത്തത് എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു മനുഷ്യനായി അവതരിച്ചിട്ടും മനുഷ്യനാണെന്ന് അംഗീകരിക്കാതെ യേശു ദൈവമാണെന്ന് മാത്രം വിശ്വസിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. അവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എൻ്റെ ഒരു സംശയമാണിത്. യേശു മനുഷ്യനാകുന്നതിന് മുമ്പ് അവൻ ദൈവമായിരുന്നു. അതിനുശേഷം അവൻ 33 വർഷം നമ്മെപ്പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചു. അതിനുശേഷം അവൻ തൻ്റെ പദ്ധതി പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. എന്നിട്ടും യേശു തൻ്റെ രൂപം ഉപേക്ഷിച്ച് രൂപമെടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് മടങ്ങിപ്പോകാതിരുന്നത്, അല്ലെങ്കിൽ പൂർവസ്ഥിതി പ്രാപിക്കാതിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാണ് എൻ്റെ സംശയം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് ഒരു തെറ്റായ ഉപദേശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്. എനിക്ക് വേദപുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായ ഒരു സംശയം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് പ്രയോജനകരമായ, എനിക്ക് വിശ്വാസയോഗ്യമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എനിക്ക് ആ സംശയത്തിന് ഉത്തരം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പൊ എൻ്റെ സംശയം ഇതാണ്. ആ സംശയത്തിന് ഇതിൻ്റെ താഴെ നിങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ വിധത്തിൽ അതെന്താണ് യേശുക്രിസ്തു തൻ്റെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകാത്തത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കമൻ്റായി എനിക്ക് നൽകുകയാണെങ്കിൽ എൻ്റെ ഈ സംശയത്തിന് ഉത്തരമാകുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കാതെ എന്നിലുണ്ടായ ഒരു സംശയമാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ഇതിനൊരു മറുപടി നൽകുക എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.